إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഈ വർഷത്തിൽ തന്നെ ഉണ്ടായൊരു സംഭവം, സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല ആ ഭാര്യമാരോട് പറയാൻ ചില നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്തത് ഈ വർഷത്തിലായിരുന്നു. എന്താണ് ആയത്ത്? യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോട് പറയാൻ വേണ്ടി റസൂലുള്ളാഹിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞേക്കൂ, ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ, ഐഹിക ജീവിതത്തെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വസീനതഹാ, ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫതആലൈന, എങ്കിൽ നിങ്ങൾ വരൂ, ഉമത്തിഉകുന്ന, ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം നടത്തി നിങ്ങൾക്ക് മോചന വിഭവം നൽകി പറഞ്ഞേക്കാം, വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങളെ ഭംഗിയായി ഞാൻ വിട്ടയക്കുകയും ചെയ്യാം. അതേ അവസരത്തിൽ വഇൻ കുൻതുന്ന തുരിദുനല്ലാഹ വറസൂലഹു, ഇനി നിങ്ങൾ അല്ലാഹനെയും അവന്റെ റസൂലിനെയും വദ്ദാറൽ ആഖിറ, പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന, നിങ്ങളിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു, അജ്റൻ അളീമാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആയത്തിറങ്ങുന്നതും ഹിജ്റ 9-ാമത്തെ വർഷമാണ്. എന്താണ് ഇങ്ങനെ ഒരു ആയത്തിറങ്ങാനുള്ള സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ അന്ന് 9 ഭാര്യമാരുള്ള കാലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, ഹഫ്സ ബീവിയുണ്ട്, ഉമ്മു ഹബീബ ബീവിയുണ്ട്, സൗദാ ബീവിയുണ്ട്, ഉമ്മു സലമ ബീവിയുണ്ട്, സൈനബ ബീവിയുണ്ട്, മൈമൂന ബീവിയുണ്ട്, സഫിയ ബീവിയുണ്ട്, ജുവൈരിയ ബീവിയുണ്ട്. ഇങ്ങനെ 9 ഭാര്യമാര് നിലവിലുള്ള സമയത്ത് ഈ ഭാര്യമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിച്ച ജീവിതം വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ലാത്തത്ര പ്രയാസങ്ങളുടെ ജീവിതമാണ് ജീവിച്ചത്.
ഇവരൊക്കെ പട്ടിണി കിടന്നാണ് നബി തങ്ങളുടെ കൂടെ പലപ്പോഴും ജീവിച്ചത്, പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. അതേ, ഭക്ഷണം പാകം ചെയ്യാത്ത ദിവസങ്ങളും മാസങ്ങളുമുണ്ട്, പച്ചവെള്ളവും കാരക്കയും മാത്രം കുടിച്ച ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ സൈത്തില്ലാത്തത് കൊണ്ട് വിളക്ക് കത്തിക്കാതെയാണ് രാത്രികളിൽ പലതും. അതേ, വീടാണെങ്കിൽ വളരെയേറെ ദുർബലമായ നിലക്ക്, സൗകര്യങ്ങളാണെങ്കിൽ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ച ഈ ഉമ്മമാര് പിന്നീട് തബൂക്കും അതുപോലെ തന്നെ മക്കം ഫത്തുഹും അതുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ പൊതു ഖജനാവിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുമൊക്കെ കുറച്ചൊക്കെ ഒരാസ്തിയും സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊന്ന് ആഗ്രഹിച്ചു പോയി, ഈ പ്രയാസപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരല്പമൊക്കെ ഒരു സൗകര്യങ്ങൾ നബിയെ, കുറച്ചും കൂടി ഒന്ന് സൗകര്യങ്ങൾ ഞങ്ങൾക്ക് തരണം. ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും കൂടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. അള്ളാന്റെ റസൂലേ, കുറെ കാലം സഹിച്ചില്ലേ, ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, എന്നാലും ഇപ്പൊ കുറച്ചൊക്കെ ഒരു മെച്ചമുള്ള കാലല്ലേ, ഒന്നും കൂടി ഒന്ന് ഞങ്ങൾക്ക് ചില സൗകര്യങ്ങളൊക്കെ ഒന്ന് തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും കൂടിയിട്ട് ഈ ഭാര്യമാര് പറയുന്നു. ആ നേരത്താണ് അല്ലാഹയത്തിറക്കുന്നത്. നബിയെ പറയൂ, ഭാര്യമാരോട് പറയൂ, ഇൻ കുന്തുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകത്തിലെ വിഭവങ്ങളും അലങ്കാരങ്ങളും ഒക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിഷമമൊന്നുമില്ല, ഫതആലൈന, എല്ലാവരും വന്നോളിൻ, ഉമത്തിഴുക്കുന്ന, നിങ്ങൾക്ക് ഞാൻ മോചനദ്രവ്യം നൽകാം. മുതഅത്ത് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം നൽകി പെണ്ണിനെ പറഞ്ഞേക്കുമ്പോ വരന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമ്മാനങ്ങൾക്കാണ് മുതഅത്ത് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിലെ ഒരു നിയമമാണ്. ത്വലാഖ് ചൊല്ലിയിട്ടൊരു പെണ്ണിനെ പിരിച്ചുവിടുമ്പോ ആ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനോട് മാന്യമായി വർത്തിക്കണം. ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിലാണ് ആ പെണ്ണ് ഇദ്ദാകാലം കഴിച്ചു കൂട്ടേണ്ടത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് എടുത്തുപോയ ഒരു നിയമമാണത്. ഇതൊക്കെ വേറെ വിഷയമാണ്. തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ പരി തന്നെയാണ് പെണ്ണ് കഴിയേണ്ടത് ഈ ഇദ്ദാകാലം, ആ 3 മാസം. എന്തിനാ? ഇങ്ങനെ കാണണം അവര് പരസ്പരം, എന്നിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് പരസ്പരം തോന്നണം, എന്നിട്ട് ചിലപ്പോൾ മടക്കിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സൂറത്തു ത്വലാഖിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി വെച്ചൊരു സംവിധാനം. അതിനു പുറമെ പിരിച്ചു വിടുന്ന നേരത്ത് സന്തോഷിപ്പിക്കുന്ന നിലക്ക് അവർക്ക് എന്തെങ്കിലും വിഭവങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകിയിട്ടാ പറഞ്ഞേക്കേണ്ടത്. അതൊക്കെ നിയമമാണ്. അതേ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ചിട്ട് പറയാണ്, എന്റെ കയ്യിൽ ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അതല്ല, ദുന്യാവിലെ സൗകര്യങ്ങളും ദുന്യാവിന്റെ വളവളപ്പും ദുന്യാവിൻ്റെതായ അലങ്കാരങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരൂ, നിങ്ങളൊക്കെ വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് മുതഅത്ത് നൽകാം, സമ്മാനങ്ങൾ തരാം, മോചന വിഭവം നൽകാം. വൗസരിഹുകുന്ന, ഞാൻ നിങ്ങളെ പിരിച്ചു വിടുകയും ചെയ്യാം. സറാഹൻ ജമീലാ, ഏറ്റവും നല്ല നിലക്ക്, ഭംഗിയായ നിലക്ക് ഞാൻ നിങ്ങളെ പിരിച്ചു വിട്ടേക്കാം. അവർക്ക് പിന്നെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇനി അതല്ല, ദുന്യാവ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. ഇനി അതല്ല, ഉമ്മമാരോട് പറയുന്നു, ഭാര്യമാരോട് പറയാണ്, വഇൻ കുന്തുന്ന തുരിദുനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, ഇനി അതല്ല, ഞങ്ങൾക്ക് ദുന്യാവൊന്നും വേണ്ട നബിയെ, ഞങ്ങൾക്ക് അല്ലാഹനെയാണ് വേണ്ടത്, അവന്റെ റസൂലിനെയാണ് വേണ്ടത്. ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാരായ നിലക്ക് ഞങ്ങൾക്ക് മരിച്ചു പോവുകയാണ് വേണ്ടത്, പരലോക ഭവനമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണോ? എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ഫൈനല്ലാഹ, നിശ്ചയം അല്ലാഹു അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, നിങ്ങളിൽ നിന്നതാ ആ മനസ്സുള്ള സദ്വൃത്തകളായ നല്ലവരായ ആളുകൾക്ക് കണക്കല്ലാത്ത വമ്പിച്ച പ്രതിഫലം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിക്കാണ്. ഇത് ഓതി കേൾപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്താണ്ട് ഇറങ്ങിയതിന്റെ ശേഷം ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുക, എന്താ അഭിപ്രായം? ആയിഷ റളിയല്ലാഹു തആല അൻഹ രംഗം വിവരിക്കുന്നുണ്ട്, ബുഖാരിയിൽ കാണാം. ഈ ആയത്തിറങ്ങി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ കൽപ്പന കൊടുത്തപ്പോൾ ഫബദഅ ബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കൊണ്ടാ തുടങ്ങുന്നത്, ആദ്യം എന്നോടാ തുടങ്ങുന്നത്. എന്നോട് ചോദിച്ചു, ഇന്നി ദാകിറുൻ ലകി അംറാ, ആയിഷ, ഞാൻ നിന്നോടൊരു കാര്യം ഇതാ പറയാൻ പോകുന്നു.
ഫലാ അലൈക അല്ലാ തസ്തഅജിലി ഹത്താ തസ്തഅമിരി അബവൈകി. നിന്റെ മാതാപിതാക്കളോട് കൂടിയാലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. മാതാപിതാക്കളോട് കൂടിയാലോചിക്കാതെ പെട്ടെന്ന് എടുത്തടിച്ചൊരു മറുപടി പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സമയം തരാ. അപ്പനോടും ഉമ്മനോടും ഒക്കെ ഒന്ന് പോയി കൂടിയാലോചിച്ചിട്ട് മതി. തിരക്ക് കൂട്ടി മറുപടിയൊന്നും പറയണ്ട. അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. വഖദ് അലിമ, ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അറിയാമല്ലോ, അന്ന അബവയ്യ ലം യകൂന യഅ്മുറാനി ബിഫിറാഖിഹി, എന്റെ മാതാപിതാക്കൾ റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ നിന്ന് തലാഖും വാങ്ങി പിരിഞ്ഞു പോരാൻ സമ്മതിക്കൂലാന്ന് റസൂലുള്ളാഹിക്ക് ശരിക്കും അറിയാമല്ലോ. നബി തങ്ങൾ എന്നോടെന്നാലും പറഞ്ഞു, പൊയ്ക്കോ, ചോദിച്ചോ, സമ്മതം ചോദിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ഇതാ അല്ലാഹ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് സുഖം ചോദിച്ചില്ലേ, നിങ്ങൾ എന്നോട് കുറച്ചൊക്കെ ഒരു സൗകര്യങ്ങൾ തരണം എന്ന് പറഞ്ഞില്ലേ, നിലവിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ട് കുറച്ചൊക്കെ ഒരു സൗകര്യങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടില്ലേ. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ അല്ലാഹ് ഇറക്കിയത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഈ ആയത്തങ്ങ് തീരേണ്ട താമസം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഫീ അയ്ഹാദാ അസ്തഅമിറു അബവയ്യ, ഇക്കാര്യത്തിൽ ഉണ്ടോ എനിക്ക് എന്റെ ഉമ്മ ബാപ്പമാരോട് കൂടിയാലോചിക്കേണ്ട വിഷയം? ഞാൻ ഇക്കാര്യത്തിൽ നിങ്ങളെ വിട്ടുപോകാൻ, നബിതങ്ങളുടെ വിട്ടുപോകാൻ, നിങ്ങളുടെ ഭാര്യാ പദവിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞാൻ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും പോയി ചോദിക്കുകയോ? അതെനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അതുകൊണ്ട് നബിയെ, അങ്ങയോട് ഞാനിതാ പറയുന്നു, ഫഇന്നീ ഉരീദുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, വേണ്ട വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട, ഇവിടുത്തെ സീനത്ത് വേണ്ട, ഇവിടുത്തെ അലങ്കാരങ്ങൾ വേണ്ട, ഇവിടുത്തെ ഒരു സൗകര്യങ്ങളും ഇപ്പോഴുള്ളതിനേക്കാൾ എനിക്ക് വേണ്ട. എനിക്ക് അല്ലാഹയാണ് വേണ്ടത്, അല്ലാഹുവിന്റെ റസൂലാണ് വേണ്ടത്, പരലോകം തന്നെയാണ് വേണ്ടത്. അതിലപ്പുറം എനിക്കൊന്നും പറയാല്ല നബിയെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, തുടക്കം ഞാനായിരുന്നു. സുമ്മ ഫഅല അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്ല മാ ഫഅൽതു, ഞാൻ ചെയ്തതുപോലെ റസൂലുള്ളാഹിന്റെ മുഴുവൻ ഭാര്യമാരും പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു. ആർക്കും പുറത്തു പോകണ്ട. ആരാ പുറത്തു പോകാൻ ആഗ്രഹിക്കുക? റസൂലുള്ളാഹിന്റെ ഭാര്യാ പദവിയിൽ നിന്നാണ് പോയാൽ ദുന്യാവ് എത്ര കിട്ടിയിട്ടെന്താ കാര്യം? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മോമിനീങ്ങളുടെയും മോമിനാത്തുകളുടെയും ഉമ്മ എന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ലേ ഉള്ളൂ. ആ പദവി വേറെ എവിടെ നിന്ന് കിട്ടാനാ? ദുന്യാവ് മുഴുവനും കിട്ടിയാൽ ആ പദവി കിട്ടുമോ? ആ സ്ഥാനം കിട്ടുമോ? ആ ശ്രേഷ്ഠത സ്വർഗത്തിൽ കിട്ടുമോ? അതുകൊണ്ടാണ് ഒന്നൊഴിയാതെ 9 ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കണ്ടമിടറിക്കൊണ്ട് വളരെ വിഷമത്തോടെ, അതേ വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെ പറയാണ്, ഉരീദുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, ഞങ്ങൾക്ക് അല്ലാഹയാണ് വേണ്ടത്, അവന്റെ റസൂലാണ് വേണ്ടത്, പരലോക ഭവനം മതി, ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ട. എല്ലാ ഭാര്യമാരും ഒരേ സ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഇവിടെയും തെളിയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആരെയും ശകാരിച്ചില്ല, ആ ഒരു ഭാര്യയെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയില്ല. കാരണം അവർ ചോദിക്കുന്നത് ന്യായമാണല്ലോ. എന്റെ കൂടെ കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നബി തങ്ങൾക്കറിയാം. വിവാഹാനന്തരം അവർ സുഖമനുഭവിച്ചിട്ടില്ല പലപ്പോഴും എന്നറിയാം. വീട് പട്ടിണിയാണെന്നറിയാം, സൗകര്യങ്ങളില്ലെന്നറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചപ്പോ കണ്ണുരുട്ടിയിട്ട് എന്റെ ഭാര്യമാരാണെങ്കിൽ ഞാൻ പറഞ്ഞോടത്ത് നിന്നോളണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് വളരെ മോശമായി ഇടപെട്ടുന്ന ആളല്ല. കാരണം അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവനും വർത്തിക്കുന്നവനുമാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ കുടുംബത്തോട് ഭാര്യയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവൻ ഞാനാകുന്നു എന്നവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഭാര്യമാര് വന്നിട്ട് ഇതൊക്കെ ആവശ്യപ്പെട്ടപ്പോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞ് ചൂടാവും, ദേഷ്യപ്പെടും, ഒന്നും ചെയ്തില്ല. അവര് പറയണ ന്യായല്ലേ? 2 തീരുമാനത്തിനുള്ള തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾക്ക് ദുന്യാവാണോ? ആയിക്കോട്ടെ, എന്റെ കൂടെ നിന്നിട്ടല്ലേ ഇപ്പൊ ഈ കഷ്ടപ്പാട്, എന്റെ കൂടെ നിന്നിട്ടല്ലേ ഈ പ്രയാസം.
വിഷമിക്കണ്ട, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. വഉസരിഹുകുന്ന സറാഹൻ ജമീലാ എന്നാ പറയുന്നത്. ഖുർആനിൽ ആയത്ത് ശ്രദ്ധിക്കണം. ഉമത്തിഴുക്കുന്ന, എനിക്ക് ദേഷ്യല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന സമ്മാനം ഞാൻ തരും നിങ്ങൾക്ക്. വഉസരിഹുകുന്ന സറാഹൻ ജമീലാ, ഏറ്റവും നല്ല നിലക്ക് ഭംഗിയായി സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ യാത്രയേക്കും. എന്താ വേണ്ടതെങ്കിൽ തെരഞ്ഞെടുത്തോളൂ എന്നാ പറയുന്നത്. എന്താണ് ആ മഹത്വം? ആരെ കൊണ്ടാണ് അത് സാധിക്കുക? അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്. എല്ലാവരോടും ഏത് മേഖലയിലും അവിടുത്തെ മാതൃക. ലോകത്തിന് മുഴുവൻ മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മഹത്വങ്ങൾ ഇതിലൂടെയും നമുക്ക് വളരെ കൃത്യമായി തന്നെ കൂടുതൽ ബോധ്യമാവുകയാണ്. അവിടുത്തോടുള്ള സ്നേഹം അല്ലാഹു നമ്മുടെ ഖൽബിൽ കൂടുതലായി കൊണ്ട് ജ്വലിപ്പിച്ച് നിർത്തുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളെ നന്നായി അറിയുവാനും അത് സമൂഹത്തെ എത്തിച്ചു കൊടുക്കുവാനും അവിടുന്ന് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും മരണപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.